ഓക്കെ ഉമ്മ ഫസ്റ്റ് ആകുമ്പോ ഒരു നല്ല കഥ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വ്ളോഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉമ്മയാണ് ഇന്നൊരു അതിഥിയായിട്ടുള്ളത്, ഗസ്റ്റ് ഉമ്മയാണ്. അപ്പോൾ ഉമ്മ ആദ്യമായിട്ടാണ് നമ്മുടെ വ്ളോഗിൽ വരുന്നത്. വ്ളോഗിൽ ഫസ്റ്റ് ടൈം അല്ലേ ഉമ്മ? യെസ്, ഉമ്മ ഫസ്റ്റ് ടൈം. ഓക്കെ സോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പൊ സീറയാണ് ഇന്ന് നമ്മളെ ഉമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ കുറെ വ്ളോഗ്സ് ആയിട്ട് നമ്മൾ ഇൻഷാല്ലാ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഉമ്മയുടെ സ്പെഷ്യൽ സീറ കഴിക്കാൻ ഉണ്ടാക്കുന്നത് കണ്ടുപോയി. അപ്പോൾ ഉമ്മ നിനക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ വ്ളോഗിൽ വരുമ്പോൾ നിനക്ക് എന്താ പറയാനുള്ളത്? ഹാപ്പി. വേറെ എന്താ പറയാനുള്ളത്? സീറ നീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അല്ല, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വൈകുന്നേരം കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഇവിടെ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് സീറയാണ്. സീറ, ഉമ്മയുടെ സ്പെഷ്യൽ സീറ. ആദ്യം നമ്മൾ ഇവിടെ ഒരു പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഉമ്മ ഇതിനെന്താ പറയാ? റവ. ബോംബൈ വാല റവ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ പ്ലേറ്റ് എടുക്കണം. നമ്മൾ ഇന്ന് കുക്കിംഗ് ചാനലാണ്. പിന്നെന്താ, സ്റ്റൗ ഓൺ ചെയ്യണം. എന്നിട്ട് ഒരു ഗ്ലാസ് റവ എടുത്ത് ഇതിലേക്ക് ഇടണം. റവ ഇപ്പൊ എന്താ ചെയ്യുന്നത്? റവ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. റവ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനത്തെ കിച്ചണിന്റെ പരിപാടികളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മയാണ് നമ്മുടെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഇനി തുടർച്ചയായി ഇങ്ങനത്തെ വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കും. കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന വ്ളോഗ്സ് ഒക്കെ അതിഗംഭീരമായിരിക്കും. റവ നല്ല ചൂടായി. യെസ് ഗൈസ്. ഇത് ഇങ്ങ് മാറ്റി വെക്കാം. പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. അപ്പോൾ ഉമ്മ ഇവിടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിൽ എന്താണുള്ള അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളെ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത് നല്ല ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയേക്കാം അല്ലേ? ഓക്കെ. ഈ ചൂടായ നെയ്യിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഓക്കെ. 1 കപ്പ് റവ എടുത്ത് ഇനി 5 സ്പൂൺ ഷുഗർ ചേർക്കുക. ഓക്കെ. കളറും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്തൊക്കെയാ ചേർത്ത? ഷുഗർ, ഫുഡ് കളർ, ഏലക്ക. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയി ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും വൈകുന്നേരമൊക്കെ എന്താ വൈകുന്നേരം നിങ്ങളുടെ കുട്ടികള്, അതേപോലെ തന്നെ നിങ്ങളുടെ അനിയന്മാര്, നിങ്ങളുടെ ചേട്ടന്മാര്, നിങ്ങളുടെ ആരായിക്കോട്ടെ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുടുംബക്കാർ, ഗസ്റ്റ് എന്നീ കൂട്ടരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സീറ ഉണ്ടാക്കാം. ഹൗ ടു ക്രിയേറ്റ് വെള്ളം നല്ലോണം ചൂടായി തിളച്ച് വന്നു. ഇനി റവ നല്ലോണം നല്ലവണ്ണം ഇളക്കാം. ഓക്കെ. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ പരുവാകുമ്പോൾ ഒഴിക്കുക. നമ്മുടെ സീറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മ ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് കഴപ്പ് കാരണം ഞാൻ കുറച്ച് കൊട്ട തിന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ സോ ഗൈസ്, നമ്മുടെ സീറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മ ഡെക്കറേഷനൊക്കെ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഡെക്കറേഷനേ ആക്കിയിട്ടുള്ളൂ. ഇത് നമുക്ക് കട്ട് ചെയ്ത് ടേസ്റ്റ് നോക്കാം. ഓക്കെ. കമോൺ ഗൈസ്, കമോൺ. നമുക്ക് സീറ കട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി കട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ ഒന്ന് കട്ട്. യെസ് ഗൈസ്, യെസ്. ഗൈസ്, നമ്മുടെ സീറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കറണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, എക്സൈറ്റഡ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യും. ചൂടുണ്ട്. ഓക്കെ, 10 10. അല്ലാഹു സത്യം നല്ലുണ്ട്. അടിപൊളി. അപ്പൊ ഗൈസ്, നിങ്ങളും വീട്ടിൽ പോയി ഇങ്ങനെ ട്രൈ ചെയ്യണം. വൈകുന്നേരം ആകുമ്പോ നല്ലല്ലേ ഉമ്മ? വൈകുന്നേരം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും വിട്ടിട്ടായാലും ഇവക്കായാലും ഉമ്മ സ്കൂൾ വിട്ടിട്ടൊക്കെ അന്ന് കുറെ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇന്ന് ഉമ്മയുടെ അല്ലേ നമുക്ക് ഇന്നൊരു സീര ഉണ്ടാക്കാം. യൂട്യൂബിൽ വ്ളോഗൊക്കെ ഇടാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മ റെഡി ആയിട്ടുള്ളത്. അപ്പൊ എനിവേ, താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. എനിവേ, നിങ്ങൾ സപ്പോർട്ട് വേണം ഇൻഷാല്ലാ. സപ്പോർട്ട് വേണം അല്ലേ? ഇൻഷാല്ലാ. ഓക്കെ. ഉമ്മ ഫസ്റ്റ് ആകുമ്പോ ഒരു ഇതുണ്ടാവും. പിന്നെ നല്ല കഥ. അടുത്ത വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.